أشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. अल्लाह ताला के फजल व एहसान അനുഗ്രഹത്താൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഘാന കഴിഞ്ഞ 3 ദിവസമായി ജൽസ സാലാന സംഘടിപ്പിച്ചു വരികയാണ്. ഇന്ന് അതിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണ്. ഈ വർഷത്തെ ജൽസ പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. കാരണം അഹമ്മദി ജമാഅത്ത് ഖാനയ്ക്ക് ഇത് അവരുടെ ശതവാർഷികത്തിൻ്റെ ഭാഗമാണ്. ശതവാർഷിക പ്രോഗ്രാമുകളിൽ അവരുടെ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അനിതര സാധാരണമായ അനുഗ്രഹങ്ങളെയും പ്രത്യേകമായ രീതിയിൽ ഓർക്കേണ്ടതാണ്. എങ്ങനെയാണ് അള്ളാഹു ചെറിയ ഒരു നിസ്സാരമായ കാര്യങ്ങൾ തുടങ്ങിയിൽ നിന്ന് ഇവിടെ ആരംഭിക്കുകയും 100 വർഷം മുമ്പ് ഘാനയിൽ ജമാഅത്തിൻ്റെ അതിൻ്റെ ആരംഭം കുറിച്ച സമയത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജമാഅത്ത് ഇന്ന് ആ ചെടി ഒരു വലിയ വടവൃക്ഷമായി തീർന്നിരിക്കുന്നു. അതതിൻ്റെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അഹമ്മദി ജമാഅത്തിൻ്റെ ഈ സംബന്ധിച്ച് എല്ലാ ഗാനക്കാർക്കും അറിയാം. ഏത് ഗാനക്കാരെ നിങ്ങൾ മുലാഖാത്ത് ചെയ്യുകയാണെങ്കിലും അതേത് രാഷ്ട്രക്കാരത്തിലാണ് അഹമ്മദി അല്ലെങ്കിൽ പോലും അയാൾക്ക് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ പേരിനെ സംബന്ധിച്ച് അയാൾക്ക് അറിയാം. അഹമ്മദി ജമാഅത്തിനെ വളരെ ആദരവോടുകൾ നോക്കുകയും ചെയ്യുന്നു. അഹമ്മദി ജമാഅത്ത് ഘാന അഹമ്മദിയത്തിൻ്റെ തബ്ലീഗും ഇശാഅത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അഹമ്മദി ജമാഅത്തിൻ്റെ സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും മറ്റ് പൊതുവായിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങളും ജമാഅത്തിനെ ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കരുത്. നിങ്ങളുടെ 100 വർഷം പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും സന്തോഷിക്കേണ്ട സന്ദർഭം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ വലിയ മഹത്തായ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മേലുണ്ട്. 100 വർഷത്തെ ഈ ആഘോഷത്തോടൊപ്പം തന്നെ നിങ്ങളുടെ മേലത് വന്നു ചേരുന്നു. അതുകൊണ്ട് ഈ 100 വർഷത്തിൻ്റെ ഈ ഒരു നാഴികക്കല്ല് നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനം അവസാനിക്കുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എളുപ്പമായി ഇനി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കരുത്. നിങ്ങളുടെ ഓരോ അഹമ്മദി മുസ്ലിങ്ങളും അഹമ്മദി ജമാഅത്തിൻ്റെ ഈ പുരോഗതി അത് കൂടുതൽ അതിൻ്റെ നന്നാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഇസ്ലാമിൻ്റെ സന്ദേശത്തെ ഓരോ മനുഷ്യനിലേക്കും നിങ്ങളുടെ നാട്ടിലെത്തിക്കേണ്ടതാണ്. ജനങ്ങളുടെ ഹൃദയങ്ങളെ, അവരുടെ ബുദ്ധിയെ, അവരുടെ മസ്തിഷ്കങ്ങളെ നിങ്ങൾ സ്നേഹത്തോടു കൂടിയും സഹാനുഭൂതിയോടുകൂടിയും അവരുടെ ഹൃദയങ്ങളെ നിങ്ങൾ ജയിച്ചടക്കേണ്ടതാണ്. അവിടെ ഈ കാലഘട്ടത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യസന്ധനായ ദാസൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മഹദി മസീഹുമായി വന്നിരിക്കുന്നത്
വിശുദ്ധ ഖുർആൻ്റെയും റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി ഹദീസുകളുടെയും വെളിച്ചത്തിൽ സ്ഥാപിക്കപ്പെട്ടൊരു യാഥാർത്ഥ്യമാണ്. ഹദരത്ത് മിർസ ഗുലാം മുഹമ്മദ് അലി സ്വലാത്തു വസ്സലാമിൻ്റെ രൂപത്തിൽ ആ മഹാത്മാവ് ആഗതരായിരിക്കുന്നു. ലോകത്ത് പുരോഗതി പ്രാപിക്കണമെങ്കിൽ, ലോകത്തിന് പുരോഗതി കൈവരിക്കണമെങ്കിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കണമെങ്കിൽ, അവൻ്റെ അനുഗ്രഹങ്ങൾ ഭാഗമാക്കണമെങ്കിൽ തങ്ങളെ വിശുദ്ധ ഖുർആൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങളും അതുപോലെ തന്നെ ആ അദ്ദേഹത്തിൻ്റെ സത്സന്ധനായ ദാസൻ്റെ സന്ദേശവുമായി തങ്ങളെ കൂട്ടിയോജിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്ദേശവുമായി തങ്ങളെ യോജിപ്പിക്കുമ്പോഴാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇസ്ലാമിൻ്റെ ശരിയായ അധ്യാപനം മനസ്സിലാക്കുന്നവരായി തീരുകയുള്ളൂ. തങ്ങളെ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓടുമായി ചേർക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പുരോഗതിയിലും അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ അടയോടും അള്ളാഹുവിൻ്റെ കടമകളും കടപ്പാടുകളും എന്നാണ് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളെ, അള്ളാഹുവിനുള്ള കടമകളും അടിയറ കടപ്പാടുകളും നമുക്ക് പൂർത്തിയാക്കുന്നവരായി തീരാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഈ രണ്ട് പ്രധാനപ്പെട്ട അധ്യാപനങ്ങളുടെ കാര്യങ്ങളെയും മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ വീടുകളും നമ്മുടെ നാടുകളും നമ്മുടെ പട്ടണങ്ങളും നമ്മുടെ രാജ്യവും ലോകം മുഴുവനും സമാധാനത്തിൻ്റെ കേന്ദ്രമായി മാറുകയും അങ്ങനെ ലോകത്തിന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധങ്ങളുടെ ആവൃത്തിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇന്ന് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, യുദ്ധങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പരസ്പരമുള്ള വെറുപ്പും വിദ്വേഷവും പടർന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഹൃദയങ്ങളിൽ അത് ആഴത്തിലിറങ്ങിക്കൊണ്ടിരിക്കുന്നു. സമൂഹങ്ങൾക്കിടയിൽ പരസ്പരം ചണ്ടകളും വടക്കുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരഹമ്മദി മുസ്ലിം ഉറച്ചു വിശ്വസിക്കുന്നത് വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാണ്. ലോകത്തിൻ്റെ സമാധാനം ഇസ്ലാമിൻ്റെ സന്ദേശത്തെ പ്രാവർത്തികമാക്കുന്നതിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. പരസ്പരമുള്ള സ്നേഹവും ആദരവും സാഹോദര്യത്തിലൂടെയും മാത്രമേ ആക്കാൻ കഴിയുകയുള്ളൂ. അത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് അഹമ്മദികൾ അത് നിങ്ങൾ ആരാണ് എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ ഏത് ജമാഅത്തിൽ പ്രതിനിധിയാണ് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അഹമ്മദി ജമാഅത്തിൻ്റെ തബ്ലീഗ് നിങ്ങളുടെ നാട്ടിൽ പരത്തിക്കൊണ്ടിരുന്ന് അങ്ങനെ നിങ്ങളുടെ സന്ദേശം എത്തുന്ന ആളുകൾ അവർ തീർച്ചയായും നിങ്ങളോട് ചോദിക്കും, ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്നവരും മറ്റൊരു തമ്മിൽ എന്ത് വ്യത്യാസമുള്ളതെന്ന് ചോദിക്കും. നിങ്ങൾ യഥാർത്ഥ രീതിയിൽ അള്ളാഹുവിനോട് സ്നേഹമുള്ളവരാണോ? അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്നേഹം നിങ്ങളുടെ മാതൃകയും നിങ്ങളുടെ നന്മകളും നിങ്ങളുടെ തഖ്വയും ഇതിൻ്റെ ആ ഒരു നിലവാരത്തിലെത്തിയിട്ടുണ്ടോ? ഇവിടെ ഉദിക്കുന്ന പ്രശ്നം, നിങ്ങൾ ഈ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നവരായി തീർന്നിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നെഗറ്റീവാണെങ്കിൽ നിങ്ങൾക്കെങ്ങനെയാണ് ലോകത്തിന് ആത്മാർത്ഥമായി ശരിയായ രീതിയിൽ ഫലദായകമായ ഇസ്ലാമിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുക? അതിന് നല്ല രീതിയിൽ പ്രയോജനം എങ്ങനെയാണ് ഉണ്ടാവുക? ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും വിശുദ്ധ ഖുർആൻ്റെയും അടിസ്ഥാനത്തിൽ ബയ്യത്തിൻ്റെ നിബന്ധനകൾ മുഖേന നമ്മെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചുവടിലും നമുക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരഹമ്മദി മുസ്ലിം ഈ അധ്യാപനങ്ങളും ശറായത്ത് ബയ്യത്തുകൾ മനസ്സിലാക്കാൻ അംഗീകരിക്കാമെന്നും അതിന് പ്രാവർത്തികമാക്കാമെന്നും ശപഥം ചെയ്തവരാണ്. നമ്മൾ ഈ ശപഥത്തെ അതിനോട് പൂർണ്ണമായും പൂർത്തീകരിക്കുന്നവരായി തീരുകയാണെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ഇസ്ലാമിൻ്റെ അധ്യാപനത്തെ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിക്കൊണ്ട് അതിന് ഒരു നിമിത്തമാക്കാൻ കഴിയുകയുള്ളൂ. പുരോഗതി പ്രാപിക്കാൻ നമ്മുടെ ജീവിതത്തിലും പരലോകത്തും നമുക്ക് പുരോഗതി കൈവരിക്കുന്നവരായി തീരാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വഴിയിലുള്ള പ്രയാസങ്ങൾ, അത് നമ്മുടെ പുരോഗതികളെല്ലാം തികച്ചും അത് സാന്ദർഭികമായി മാത്രം മാറുന്ന സാധ്യമായ വിജയം ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുടെ ആത്മാവിനെ മനസ്സിലാക്കുകയും
നമ്മുടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബൈഅത്തിൻ്റെ നിബന്ധനകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വേണ്ടിയുള്ള നമ്മുടെ അടിസ്ഥാനപരമായ തത്വമായി മാറേണ്ടതാണത്. ബൈഅത്ത് നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ആത്മീയമായ ഈ വിളക്കിന് നമുക്ക് ഏറ്റവും ഉന്നതമായ രീതിയിൽ വയ്ക്കാനും കഴിയുകയുള്ളൂ. തഖ്വ മുഖേന നമുക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ നമുക്ക് മാതൃകായോഗ്യരായി തീരാൻ കഴിയുകയുള്ളൂ. നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വരുന്ന തലമുറകൾക്ക് മാത്രമല്ല സംരക്ഷകരായി തീരുന്നത്, മറിച്ച് നമുക്ക് മറ്റുള്ളവരിലേക്കും ആ ആത്മീയ വിളക്കിൻ്റെ പ്രകാശം എത്തിക്കുന്നവരായി നമ്മൾ തീരും. അത് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവനുമായി നമുക്ക് വേണ്ടി അത് തെളിയിച്ചു തന്നതാണ്. ബയ്യത്തിൻ്റെ നിബന്ധനകളിൽ വളരെ വ്യക്തമായ രീതിയിൽ നമ്മോട് പറയുന്നത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ് നമ്മോട് പറയുന്നുണ്ട്. ആദ്യത്തെ ബയ്യത്തിൻ്റെ നിബന്ധന ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ്. അതായത് അള്ളാഹുവിനോട് ആരെയും തന്നെ പങ്കു ചേർക്കുന്നതല്ല. ഈ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ എൻ്റെ ബയ്യത്തിൽ പ്രവേശിച്ചവർ ഹൃദയപൂർവ്വം നിങ്ങൾ പറയേണ്ടത്, പ്രഖ്യാപിക്കേണ്ടത് നിങ്ങളുടെ അവസാന ശ്വാസം വരെയും എല്ലാ തരത്തിലും ശിർക്കിൽ നിങ്ങൾ വിട്ടു നിൽക്കുന്നതാണ്. ശിർക്കിനെ വളരെ വ്യക്തമായ രീതിയിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിശദമാക്കി തന്നിട്ടുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ തൗഹീദ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ വെറും വാക്കുകൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഗുപ്തമായിട്ടുള്ള വിഗ്രഹങ്ങളെ, ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്, അതിനെ നിങ്ങൾ അത് തൻ്റെ പരിശ്രമങ്ങൾ കൊണ്ട് എല്ലാ തരത്തിലുള്ള ശിർക്കിനെയും എല്ലാ തരത്തിലുള്ള സാത്താനിക വിചാരങ്ങളെയും തങ്ങളുടെ മനോമസ്തിഷ്കത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൻ്റെ പ്രവർത്തനങ്ങളെല്ലാത്തിൻ്റെയും തവക്കൽ അള്ളാഹുവിൽ പൂർണ്ണമായി വയ്ക്കുന്നില്ലെങ്കിൽ അയാൾ ശിർക്കാണ് ചെയ്യുന്നത്. എല്ലാ അവസ്ഥയിലും ശിർക്കിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടി കൽപ്പിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഹുസൂർ പറയുകയാണ്, ഇത് ഏതെങ്കിലും സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഉണ്ടാക്കിയ ഒരു വിഗ്രഹം മാത്രമല്ല ഇത്. അതായത് അതിനെ ആരാധിക്കുന്നവരായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ആ ഒരവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ആ പ്രതാപത്തിനനുസൃതമായ രീതിയിൽ ആർക്കെങ്കിലും ഉന്നതമായ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്. ഹദ്റത്ത് മസ്ലാം നമുക്ക് നൽകുന്ന അധ്യാപനം അള്ളാഹുവിൻ്റെ യഥാർത്ഥ തൗഹീദിനെ അംഗീകരിക്കുക എന്ന് പറയുന്നതാണ്. അതായത് ഒരുപാട് നമ്മൾ യഥാർത്ഥമായ രീതിയിൽ ഉറച്ച വിശ്വാസം കരസ്ഥമാക്കേണ്ടത് അള്ളാഹുവിനോട് ആരും തന്നെ പങ്കുചേർക്കുന്നതല്ല. അത് വിഗ്രഹമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ആകാശ ഭൂമികളിലുള്ള നക്ഷത്രാദികളാണെങ്കിലും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൂര്യചന്ദ്രന്മാരാണെങ്കിലും ഒന്നിനെയും നമ്മൾ അള്ളാഹുമായി പങ്കുചേർക്കരുത്. അള്ളാഹുവിനെ തൗഹീദ് നമ്മോട് ആവശ്യപ്പെടുന്നത്, അള്ളാഹു നിരാശ്രയനാണ്. അവൻ ആരെയും തൻ്റെ അധികാരം പ്രയോഗിക്കുന്നതിന് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. ഈ തൗഹീദിലുള്ള നമ്മുടെ വിശ്വാസം നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യത്തെയും അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്നിനൊരു പ്രസക്തിയുമില്ല. അള്ളാഹുവിന് മുന്നിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു, തൗഹീദ് നമ്മോട് ആവശ്യപ്പെടുന്നത് മനുഷ്യൻ തൻ്റെ സ്നേഹം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തിക്കാൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി മാറ്റണമെന്നാണ്. അവനോട് മാത്രം തന്നെ സ്നേഹം പ്രകടിപ്പിക്കുക, അവൻ പരിപൂർണമായി തവക്കൽ ചെയ്യുക, നമ്മുടെ എല്ലാ പ്രതീക്ഷകളും നമ്മുടെ എല്ലാ പ്രത്യാശകളും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അള്ളാഹുവുമായി ബന്ധപ്പെടുത്തി നിർത്തുക. അവൻ്റെ കയ്യിലാണ് എല്ലാ അധികാരങ്ങളും ശക്തിയുമുള്ളത്. അവൻ തന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നവനും. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അധ്യാപനത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തൗഹീദിൽ
പൂർത്തിയാകണമെങ്കിൽ അള്ളാഹുമായിട്ടുള്ള സ്നേഹവും അത് ഒരു നിബന്ധനയ്ക്ക് അടിസ്ഥാനമാകരുത്. അതിനുശേഷം പിന്നെ രണ്ടാമത്തെ ബയ്യത്തിൻ്റെ നിബന്ധനയിൽ പറയുന്നു, വലിയ തിന്മകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടതാണ്. അതാണ് രണ്ടാമത്തെ നിബന്ധന. അതിൽ വ്യഭിചാരം, ദുർനോട്ടം, എല്ലാ തരത്തിലുള്ള അക്രമവും അനീതിയും കലാപവും ദ്രോഹവും മനുഷ്യൻ്റെ ഉള്ളിലുള്ള പല രീതിയിലുള്ള സ്വേച്ഛകൾ പിന്തുടർന്നുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണിത്. കളവ് എല്ലാ തിന്മകളുടെയും വേരാകുന്നു. ഒരിക്കൽ ഒരു സഹാബി, ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലെത്തി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരുപാട് എന്നിൽ തിന്മകളുണ്ട്, ഞാനതിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അയാൾക്ക് അത് സ്വയം അതിൽ രക്ഷപ്പെടാൻ അയാൾ കഴിയുന്നുണ്ടായിരുന്നില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, എനിക്ക് ഏതെങ്കിലും ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നോട് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ രക്ഷപ്പെടുന്നതിനുള്ളൊരു മാർഗ്ഗം എനിക്ക് പറഞ്ഞു തരിക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയായി പറഞ്ഞു, നീ എന്നോട് ശപഥം ചെയ്യുക, നീ എപ്പോഴും സത്യം പറയുന്നതാണ്, ഒരിക്കലും തന്നെ കളവ് പറയുന്നതല്ല എന്ന്. ആ വ്യക്തി സമ്മതിച്ചു, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഒരിക്കലും കളവ് പറയുന്നതല്ല എന്ന് ശപഥം ചെയ്തു. അത് മുഖേന അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള തിന്മകളും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഏതെങ്കിലും തിന്മ ചെയ്യാൻ അദ്ദേഹത്തിനുള്ളിൽ ആഗ്രഹമുണ്ടാകുമ്പോൾ ചിന്തിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ എനിക്ക് വരേണ്ടത് വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തെങ്കിലും തിന്മ ചോദിച്ചാൽ എനിക്ക് സത്യം പറയേണ്ടത് വരുമല്ലോ, അതുകൊണ്ട് ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശബ്ദത്തെ അല്ലെങ്കിൽ അയാൾക്ക് ലംഘിക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ അയാളുടെ എല്ലാ തിന്മകളും, അയാളിൽ നിന്ന് എല്ലാ ദുശീലങ്ങളും അയാളിൽ നിന്ന് രക്ഷപ്പെട്ടു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വജ്തനബു ഖൗല സൂർ, അതായത് എല്ലാ തരത്തിലുള്ള കളവിൽ നിന്നും രക്ഷപ്പെടേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അസത്യത്തെ അള്ളാഹു ഷിർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞത് സത്യത്തിൽ വാസ്തവം ഇതാണ്, ഒരു വ്യക്തി ഭയക്കുകയാണ്, അള്ളാഹുവിനെ ഭയക്കുകയാണ്, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുകയാണെങ്കിൽ അയാൾ ഒരിക്കൽ സത്യത്തെ വിട്ട് കളയുകയില്ല. മാത്രവുമല്ല അവൻ പറയുകയാണ്, ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുകയാണ്, ഒരു ബിംബം എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ്, ബിംബാരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും കളവിൽ തന്നെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അയാൾ സമൂഹത്തെയാണ് അയാൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, ഒരാളുടെ സമൂഹത്തിൽ അയാളുടെ വിലയും നിലയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. കളവ് പറയുകയാണെങ്കിൽ, അയാൾ എപ്പോഴെങ്കിലും സത്യം പറയുകയാണെങ്കിൽ പോലും ജനങ്ങൾ പറയുന്നത് ഇയാളുടെ സ്വഭാവം കളവ് പറയുന്നതാണ്, അതുകൊണ്ട് അയാൾ കളവ് തന്നെ പറയുന്നതാണെന്ന് കരുതും. അതുകൊണ്ട് അയാളുടെ ഓരോ വാക്കിലും അതിൽ വഞ്ചനയും അതുപോലെ തന്നെ കളവിൻ്റെയും ഉണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങും. അങ്ങനെ മെല്ലെ മെല്ലെ അയാൾ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് പ്രയാസകരമായി തീരുന്നതാണ്. ഒരു തിന്മ, അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് ഇസ്ലാം നമ്മെ സംബന്ധിച്ച് അതിനെപ്പറ്റി ഉണർത്തുകയുണ്ടായി. അത് വ്യഭിചാരമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറഞ്ഞതായി പറയുന്നു, മനുഷ്യൻ തങ്ങളുടെ ചാരിത്രത്തെ സംരക്ഷിക്കേണ്ടതാണ്. എല്ലാ തരത്തിലുള്ള തിന്മയുടെ
ലജ്ജാകരമായ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ്. നമ്മുടെ ജമാഅത്തിലെ ഓരോ വ്യക്തിയും അല്പമെങ്കിലും വ്യഭിചാരത്തിൻ്റെ ചിന്ത മനസ്സിൽ വരികയാണെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത്, രക്ഷപ്പെടേണ്ടത് അനിവാര്യമാണ്. എല്ലാ തരത്തിലുള്ള അതിനുള്ള വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യമുള്ള സംഗതി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. കാരണം വ്യഭിചാരം ഒരു വലിയ തിന്മയാകുന്നു. അത്തരം വ്യക്തി അയാളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പുൽകാൻ സാധ്യമല്ല. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ലജ്ജാകരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ വ്യഭിചാരത്തിൻ്റെ ഏത് കാര്യമാണെങ്കിലും അത് അയാൾ അള്ളാഹുവിന് ഒരുപാട് ദൂരെയായി പോയിക്കൊണ്ടുന്നു. അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ നിന്ന് അയാൾ ഒരുപാട് ദൂരസ്ഥനായി മാറുന്നു. ആ തരത്തിലുള്ള ആൾ ഒരുപാട് ദ്രോഹം ചെയ്യുന്നവനായി തീരുന്നു. സമൂഹത്തിന് മേൽ ദ്രോഹം ചെയ്യുന്നവനായി അവൻ മാറുന്നതാണ്. അത്തരത്തിലുള്ള വ്യക്തി വിവാഹം ചെയ്യാൻ കഴിവില്ലാത്തവനാണെങ്കിൽ, ആർക്കെങ്കിലും വിവാഹം ചെയ്യാൻ കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ തൻ്റെ ചാരിത്രത്തെ സംരക്ഷിക്കേണ്ടതാണ്. സ്വയം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ചുരുങ്ങിയത് അയാളുടെ ഭക്ഷണം അയാൾ കുറയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശാരീരികമായ അധ്വാനങ്ങൾ ചെയ്യേണ്ടതാണ്. ബയ്യത്തിൻ്റെ മറ്റൊരു നിബന്ധനയിൽ പറയുന്നു, എല്ലാ തരത്തിലുള്ള ദുർനോട്ടിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ്. തങ്ങളുടെ കണ്ണുകളെ ഏത് സമയത്തും കീഴ്പോട്ട് വയ്ക്കുക. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, ഇസ്ലാം പുരുഷനും സ്ത്രീക്കും ഒരു തുല്യമായ രീതിയിൽ നൽകിയിട്ടുള്ള കൽപ്പനകളാണിത്. അത് സമൂഹത്തിൽ ദുർനോട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ഒരു കൽപ്പന കൂടിയുണ്ട്. ബയ്യത്തിൻ്റെ നിബന്ധനകളിൽ അഹമ്മദികളെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും സംബന്ധിച്ച് മോശമായ ഭാഷ അല്ലെങ്കിൽ ചീത്ത പറയുന്നത് ചെറിയ കാര്യമല്ല, അതും തിന്മയാണ്. അതുകൂടാതെ ഹദ്റത്ത് മുസ്ലിം പറയുന്നു, വെറുപ്പിനുള്ള മറുപടി നിങ്ങൾ സ്നേഹത്തോടു കൂടി നൽകേണ്ടതാണ്. പരസ്പരം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ശണ്ടയുണ്ടായിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ വളരെ സബറോടുകൂടി അതിനെ വളരെ നല്ല രീതിയിൽ അതിന് സൗമ്യമായി മറുപടി കൊടുക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം തൻ്റെ ജമാഅത്തിൽ നിന്ന് വളരെ ഉന്നതമായ നിലയിലുള്ള ആത്മീയമായ പദവികളാണ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചാണ് പ്രത്യാശ വയ്ക്കുന്നത്. അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്നവൻ അള്ളാഹു പിന്നെ അവനെ ഗൗനിക്കുന്നതല്ല. ഏതൊരു മകൻ തൻ്റെ പിതാവിനോടുള്ള കടമകൾ പൂർത്തിയാക്കുന്നില്ല, അതല്ലെങ്കിൽ അയാളിൽ നിന്ന് പിന്മാറുന്നുവെങ്കിൽ ആ പിതാവ് ആ മകനെ ശ്രദ്ധിക്കുന്നതല്ല. എന്നിരിക്കെ അള്ളാഹു എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മനുഷ്യനെ വകവയ്ക്കുക? അള്ളാഹു നിരാശ്രയനാണ്. ഹദ്റത്ത് മുസ്ലിം പറയുന്നു, എൻ്റെ ജമാഅത്തിലെ എല്ലാ ആളുകളോടും പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. തങ്ങളുടെ ആത്മീയമായ പുരോഗതിക്ക് വേണ്ടി എല്ലാ സമയത്തും പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടതുമാണ്. തങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് തഖ്വയോടൊപ്പം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഒരിക്കലും തിന്മയുടെ ഒരു കാര്യവും മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോലും വരാൻ അനുവദിക്കരുത്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, എൻ്റെ ജമാഅത്ത് 5 നേര നമസ്കാരം പൂർണ്ണമായും അനുഷ്ഠിക്കേണ്ടതാണ്. ഒരു തരത്തിലുള്ള തിന്മയും ചിന്ത പോലും അവൻ്റെ ഹൃദയത്തിൽ വരരുത്. ദ്രോഹത്തെ സംബന്ധിച്ചുള്ള ചിന്ത അവൻ്റെ ഹൃദയത്തിൽ വന്നു പോകാൻ പാടുള്ളതല്ല. മനുഷ്യൻ്റെ
മനുഷ്യരോടുള്ള കടമകൾ നിറവേറ്റുന്ന കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു വ്യക്തി ആരുടെയും കയ്യിലുള്ള വിശ്വസ്ത മുതലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അമാനത്തുകൾ വയ്ക്കുകയാണെങ്കിൽ അയാളോട് പറഞ്ഞത്, അത്തരം വ്യക്തി ഒരിക്കലും തന്നെ അതിൽ വിശ്വാസവഞ്ചന കാണിക്കാൻ പാടുള്ളതല്ല. മാത്രമല്ല, ഒരു പൊതു മനുഷ്യനിൽ നിന്ന് അധികമായി നിങ്ങളുടെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള വഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും നീ അയാളോട് വഞ്ചന കാണിക്കരുത്. അയാളുടെ അമാനത്തുണ്ടെങ്കിൽ നീ ഒരിക്കലും തന്നെ അവനോട് വിശ്വാസവഞ്ചന കാണിക്കരുത് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പാഠം. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, മനുഷ്യന് തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടതാണ്. തങ്ങളുടെ ഉള്ളിലുള്ള മനുഷ്യൻ്റെ ആ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ സ്വേച്ഛകളെ അയാൾ പിന്തുടരാൻ പാടുള്ളതല്ല. എപ്പോഴും ധാർമ്മികതയിൽ നിന്ന് അകന്നിട്ടുള്ള എല്ലാ കാര്യത്തിനും വിട്ടു നിൽക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ ടെക്നോളജി ഒരുപാട് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ധാർമ്മികമായ അവസ്ഥകളും അതും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരിണിതഫലമായി ധാർമ്മികതയിൽ നിന്ന് അകന്നുകൊണ്ടുള്ള കാര്യങ്ങൾ അത് മനുഷ്യനെ തഖ്വയിൽ നിന്ന് ഒരുപാട് കൊണ്ടുപോകുന്നു. ഉദാഹരണമായി ഇൻ്റർനെറ്റ്, TV, മീഡിയ തുടങ്ങിയ മറ്റ് കാര്യങ്ങൾ അത് തിന്മയിലേക്ക് വാതിലുകൾ തുറക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, യുവാക്കളും വലിയ പ്രായത്തിലുള്ള ആളുകളും അവരുടെ ധാർമ്മികതയിലും അതിന് സ്വാധീനം ചെലുത്തുന്നു. ഇത്തരം അവസ്ഥയിൽ അനിവാര്യമായിട്ടുള്ള സംഗതി എന്തെന്നാൽ ഓരോ അഹമ്മദിയും ഇസ്തിഗ്ഫാർ ഒരുപാടായി ചെയ്യേണ്ടതാണ്. അള്ളാഹുവിൻ്റെ സവിധത്തിൽ കുനിയേണ്ടതും അവനിൽ നിന്ന് സഹായം തേടേണ്ടതുമാണ്. അള്ളാഹു മാത്രമാണ് എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവൻ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ചില ആളുകൾ തങ്ങളുടെ തിന്മകളിൽ നിന്ന് തിരിച്ച് അറിയാൻ കഴിയുന്നവരാണ്, പക്ഷേ പലർക്കും അത് അറിയാൻ കഴിയാത്തവരുമായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തിന്മകളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് അവർക്ക് ബോധം പോലും ഉണ്ടാകുന്നില്ല. അള്ളാഹു അതിനു വേണ്ടിയാണ് ഇസ്തിഗ്ഫാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വിശ്വാസികൾ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണിത്. അത് അയാൾക്ക് ഗോപ്യമായിട്ടുള്ളതാണെങ്കിലും പ്രത്യക്ഷത്തിലുള്ള തിന്മയാണെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനുള്ള വഴിയാണിത്. അതുകൂടാതെ ഇസ്തിഗ്ഫാർ മനുഷ്യനെ എല്ലാ തരത്തിലുള്ള തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അത് നാവ് കൊണ്ടാണെങ്കിലും കാത് കൊണ്ടാണെങ്കിലും കണ്ണുകൊണ്ടാണെങ്കിലും ഹൃദയം കൊണ്ടാണെങ്കിലും ഏത് തരത്തിലുള്ള തിന്മയാണെങ്കിലും അതിൽ നിന്നൊക്കെ ഇസ്തിഗ്ഫാർ രക്ഷപ്പെടുത്തുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ജമാഅത്തിനോട് ശപഥം വാങ്ങിക്കൊണ്ട് പറഞ്ഞത്, എല്ലായ്പ്പോഴും നമസ്കാരത്തെ കൃത്യമായി അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ സാധ്യമാകുന്നിടത്തോളം തഹജ്ജുദ് നമസ്കരിക്കുമെന്നുമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വാഖിമുസ്സലാത്ത വാതു സക്കാത്ത വാത്തിയുർ റസൂല ലഅല്ലക്കും തുർഹമൂൻ. അതായത് നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, നബിയെ പരിപൂർണമായും അനുസരിക്കുക, നിങ്ങൾക്ക് മേൽ കരുണ ചെയ്യപ്പെടുന്നതിന് വേണ്ടി. പറയപ്പെടുന്നത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏറ്റവും ആദ്യമായി മനുഷ്യനോട് ചോദ്യം ചെയ്യപ്പെടുന്നത് ആഖിറത്തിൽ നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. ഈ ചോദ്യത്തിലുള്ള മറുപടിയിൽ അയാൾ വിജയിക്കുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗം കിട്ടുന്നതാണ്. എന്നാൽ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അതിൽ അലംഭാവം കാണിക്കുന്നവനാണെങ്കിൽ അയാൾക്ക് തീർച്ചയായും മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. ഹദ്റത്ത് മുസ്ലിം പറയുന്നു, എന്നെ അനുസരിക്കുന്ന ജനസാകല്യമേ, തങ്ങളെ എൻ്റെ ജമാഅത്തിൽ ഉൾപ്പെടുത്തുവാനായി മനസ്സിലാക്കുന്ന ജനസാകല്യമേ, ആകാശലോകത്ത് നിങ്ങൾ എൻ്റെ ജമാഅത്തിൽ എണ്ണപ്പെടുമാറാകുന്നതിന് നിങ്ങൾ സത്യസന്ധമായ രീതിയിൽ തഖ്വയിൽ പദമൂന്നുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ 5 നേര നമസ്കാരങ്ങളെ വളരെ ഭയത്തോടു കൂടിയും ആർദ്രതയോടുകൂടിയും നിർവഹിക്കുക. നിങ്ങൾ അല്ലാഹുവിനെ കാണുന്ന ഭാവത്തിൽ അനുഷ്ഠിക്കുക. ഹദ്റത്ത് മസ്ലാം പറയുന്നു, നോമ്പുകളെ അള്ളാഹുവിന് വേണ്ടിയും സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ പൂർത്തിയാക്കുക, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട്. എല്ലാ സക്കാത്ത് കൊടുക്കാൻ അർഹരായിട്ടുള്ളവർ തീർച്ചയായും സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഹജ്ജ് ഫറലാക്കപ്പെട്ടുള്ളവർ
ഹജ്ജ് വഴിയിൽ മറ്റൊരു തടസ്സവുമില്ലെങ്കിൽ അയാൾ ഹജ്ജ് ചെയ്യേണ്ടതുമാണ്. എപ്പോഴും എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും തങ്ങളെ രക്ഷപ്പെടുത്തേണ്ടതാണ്. തങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ തരത്തിലുള്ള തിന്മകളോടും വെറുപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടതും അനിവാര്യമാണ്. ഹദ്റത്ത് മുസ്ലിം പറയുന്നു, ഓർക്കുക, നിങ്ങളുടെ ഒരു കർമ്മവും തന്നെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അത് തഖ്വയില്ലെങ്കിൽ എത്തുന്നതല്ല. എല്ലാ നന്മയുടെയും അടിവേര് തഖ്വയാകുന്നു. ഈ ഏത് കർമ്മത്തിലാണോ ഈ തായ്വേര് നഷ്ടപ്പെടാത്തത്, ആ കർമ്മങ്ങൾ നഷ്ടപ്പെടുന്നതല്ല. ഹദ്റത്ത് മുസ്ലിം പറയുന്നു, പ്രത്യേകമായ രീതിയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയും നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. തീർച്ചയായും ഓരോ അഹമ്മദിയും സ്വലാത്ത് ചെല്ലേണ്ടത് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതാണ്. ഈ സ്വർണ്ണ താക്കോല് കൊണ്ട് തന്നെയാണ് നമ്മളുടെ വിജയങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടുക, ഇൻഷാ അല്ലാഹ്. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ ബാങ്ക് കൊടുക്കുന്നതായി കേൾക്കുകയാണെങ്കിൽ അയാളുടെ ഒപ്പം തന്നെ ആ ബാങ്കിൻ്റെ വാക്കുകൾ ഏറ്റ് ചൊല്ലേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് ചെല്ലേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തി അവർക്ക് മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും വർഷിക്കപ്പെടുന്നതാണ്, കാരുണ്യം ചൊരിയപ്പെടുന്നതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാധ്യമ നിലക്കാരൻ എന്ന നിലയ്ക്കാണ്, അതായത് അള്ളാഹുമായി എത്തിച്ചേരുന്നതിന്, അള്ളാഹുലേക്ക് എത്തുന്നതിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ മധ്യസ്ഥതയാണ് ആവശ്യം. ആരെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൻ്റെ സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ മധ്യസ്ഥ ലഭ്യമാകണമെങ്കിൽ അയാൾ തീർച്ചയായും ദുറൂദ് ഷരീഫ് സലാത്ത് ചെല്ലുന്നവനായി മാറേണ്ടതാണ്. ഓരോ അഹമ്മദിയും ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സ്മരണ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക. അത് അങ്ങനെ അയാൾ ഏത് സമയം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെയും അവൻ്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹ വർഷങ്ങളും എല്ലാ മനുഷ്യനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഓരോ അഹമ്മദിയും എപ്പോഴും അള്ളാഹുവിൻ്റെ അവരുടെ നന്ദി പ്രകടിപ്പിക്കുന്നതിനുള്ള ആ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ട ഒരു പ്രധാന കാരണം എന്നാൽ നമ്മൾ കാലഘട്ടത്തിന് ഇമാമിനെ അംഗീകരിച്ചവരാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അള്ളാഹു പറഞ്ഞ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുക എന്നതാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കൊരിക്കലും തന്നെ ഒരു വേദനയും ഉണ്ടാക്കരുത്. നമ്മുടെ മറ്റു മുസ്ലിങ്ങൾ സമൂഹത്തിനും നമ്മുടെ കൈകൊണ്ടൊരു നഷ്ടവും വേദനയും ഉണ്ടാക്കരുത്. ഒരിക്കലും തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരം അത് നാവ് കൊണ്ടോ വായ കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിലോ ഒരു ദ്രോഹവും ആകത്തീരാൻ പാടുള്ളതല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എപ്പോഴും മറ്റുള്ളവർക്ക് മാപ്പ് എഴുതുകൊണ്ട് നിങ്ങൾ സഹാനുഭൂതി പ്രകടിപ്പിക്കുക. എല്ലാ തരത്തിലുള്ള വെറുപ്പുകളും മനുഷ്യൻ്റെ തങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മൾ ഒരിക്കലും തന്നെ അസൂയ കാണിക്കരുത്. കച്ചവടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് സാമ്പത്തിക ഇടപാടുകളാണെങ്കിലും പൂർണ്ണമായും വിശ്വസ്തതയും പ്രകടിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലയോ അള്ളാഹുവിൻ്റെ അടിയാറുകളെ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാകുന്നു. അതുകൊണ്ട് ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. അവരെ നിന്ദിക്കുന്നതുമല്ല.
അവനെ സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള വെറുപ്പ് തങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് സൂക്ഷിക്കുന്നതുമല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈ തൻ്റെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, തഖ്വ ഇവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻ്റെ സഹോദരനെ സംബന്ധിച്ച് മോശമായി ചിന്തിക്കുന്നതും ഒരു മുസ്ലിം ഒരിക്കലും തന്നെ അഭിലഷണീയമല്ല. നിങ്ങൾ പരസ്പരം സാധനങ്ങളും അതുപോലെ തന്നെ സമ്പത്തും പരസ്പരം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. മുസ്ലിം രാജ്യങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഈ അധ്യാപനങ്ങൾ അവരൊരിക്കലും തന്നെ പ്രാവർത്തികമാക്കുന്നില്ല. മറിച്ച് പരസ്പരം സമ്പത്ത് അതിന് മുഴുവനും നേടിയെടുക്കുന്നതിന് വേണ്ടി അതിനെ രാഷ്ട്രീയമായ ലക്ഷ്യത്തിനും അത്യാഗ്രഹത്തിനും വേണ്ടി അതിനെല്ലാം പിടിച്ചെടുക്കുന്നു. മുസ്ലിം രാഷ്ട്രങ്ങളിൽ നമുക്ക് കാണാം എങ്ങനെയാണ് ജനങ്ങൾ പരസ്പരം അതിരുകൾ ലംഘിക്കുന്നതെന്ന്. നീതിയും ന്യായത്തിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജലസയിൽ പ്രത്യേകമായി ദുആ ചെയ്യുക. അള്ളാഹു ലോകത്ത് യഥാർത്ഥ സമാധാനവും അതുപോലെ തന്നെ നീതിയും നടപ്പിൽ വരുന്നതിന് വേണ്ടി നിങ്ങൾ ഹൃദയത്തിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ കർമ്മങ്ങളിലും പ്രത്യേകമായി ശ്രദ്ധ വയ്ക്കുക. ഓർക്കുക, ഒരിക്കലും നിങ്ങൾ ഒരാളിലേക്കും തിന്മയുടെ അല്ലെങ്കിൽ ദ്രോഹത്തിൻ്റെ ഒരു പ്രവർത്തനം നിങ്ങളിൽ നിന്നുണ്ടാകരുത്. നിങ്ങളുടെ ഹൃദയത്തിന് എല്ലാ തരത്തിലുള്ള മോശമായ വികാരങ്ങളെ ഒഴിവാക്കുക. ഒരു നിലയ്ക്കും നിങ്ങൾ അള്ളാഹുവിൻ്റെ കോന്തല വിടരുത്. എപ്പോഴും ക്ഷമിക്കുകയും അതുപോലെ തന്നെ സഹിഷ്ണുത കാണിക്കുകയും ചെയ്യുക. യഥാർത്ഥ സബർ എന്ന് പറയുന്നത് എത്ര തന്നെ പ്രയാസമുണ്ടാവുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ കോന്തല ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ ദാസനായ മുസ്ലാമിൻ്റെ കോന്തല നാം പിടിച്ചവരാണ്. അതുകൊണ്ട് എല്ലാ നിലയ്ക്കും അള്ളാഹുമായി നമ്മുടെ കൂറ് കാണിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ്റെയും അധ്യാപനങ്ങൾ എല്ലാ അധ്യാപനങ്ങളും നാം പ്രാവർത്തികമാക്കേണ്ടതാണ്. പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും എന്തവസ്ഥയിലാണെങ്കിലും അള്ളാഹുമായി നാം കൂറ് പുലർത്തേണ്ടതാണ്. ഒരഹമ്മദി എന്ന നിലയ്ക്ക് നമുക്ക് ഒരു തരത്തിലുള്ള വിശുദ്ധ ഖുർആന് നിരക്കാത്ത ഒരു കാര്യവും നമ്മൾ പറയാൻ പാടുള്ളതല്ല. വിശുദ്ധ ഖുർആൻ്റെ പാരായണം നമ്മൾ ചെയ്യേണ്ടത് നമ്മോട് പറയുന്ന എല്ലാ കൽപ്പനകളും നമ്മൾ പ്രാവർത്തികമാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി അത് ഓതേണ്ടതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ തരത്തിൽ തിന്മകളും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ അഹമ്മദികളായി വിവക്ഷിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള അഹങ്കാരങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. യഥാർത്ഥ രീതിയിലുള്ള വിനയം നമ്മൾ സ്വായത്തമാക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള പുരോഗതികളുടെ അള്ളാഹുവിലേക്കാണ് നാം ചേർത്ത് പറയേണ്ടത്. അതാണ് യഥാർത്ഥ ഒരു വിശ്വാസിയുടെ ലക്ഷണമായി പറയുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ഇൽഹാമിലൂടെ അറിയിച്ചു, നിൻ്റെ വിനയാന്യത മാർഗങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ വിനയാന്യത മാർഗങ്ങൾ സ്വായത്തമാക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അനുഗ്രഹങ്ങൾക്കും നമ്മൾ അവകാശികളായി തീരുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ നാശത്തിലേക്ക് നീങ്ങുന്നവരായിത്തീരും. ഏതെങ്കിലും രീതിയിലുള്ള തക്കബ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഉള്ളിൽ കടുകുമണിയോളമെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരാൾ നല്ല വസ്ത്രം ധരിക്കുകയും നല്ല ചെരുപ്പ് ധരിക്കുകയും അതല്ലെങ്കിൽ വളരെ വൃത്തിയുള്ളവരായി കഴിയുകയാണെങ്കിൽ അയാളും ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതല്ല, അതൊന്നുമല്ല. അള്ളാഹു വളരെയധികം അന്തസ്സുള്ളവനാണ്, അവൻ സൗന്ദര്യമുള്ളവനാണ്, സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ അള്ളാഹുവിലേക്ക് സത്യത്തെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ വരിഷ്ഠദാസന്മാരെ
പരിഹസിക്കുക എന്നും അവർക്ക് നൽകപ്പെടേണ്ട ആദരവ് നൽകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അഹങ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓരോ മനുഷ്യനും തൻ്റെ ഉള്ളിൽ നിന്ന് തിന്മ ഒഴിവാക്കേണ്ടതാണ്. ഈ തക്കബുർ അഥവാ അഹങ്കാരത്തെ ഇല്ലാതാക്കേണ്ടതാണ്. മറ്റൊരു ബയ്യത്തിന് നിബന്ധന, നമ്മളെപ്പോഴും ഇസ്ലാമിൻ്റെ പതാകയെ എല്ലാ പതാകകൾക്കും മേൽ ഉയർത്തിർത്തുമെന്നും ഇസ്ലാമിന് നമ്മൾ മേന്മ നൽകുമെന്നും ദീന ദുനിയാവിനേക്കാൾ മുന്തിക്കുമെന്നും നാം പ്രതിജ്ഞവരാണ്. നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ ദീനീപരമായ വിപ്ലവം നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ആത്മീയമായ ലക്ഷ്യങ്ങൾ നമ്മൾ നേടുന്നവരായി തീരുകയുള്ളൂ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ അഹമ്മദികളിൽ നിന്നും വാങ്ങിയിട്ടുള്ള ശബ്ദം എന്തെന്നാൽ എപ്പോഴും അള്ളാഹുവിൻ്റെ അടിയാരോടുള്ള കടമകളും പൂർത്തീകരിക്കുമെന്നാണ്, അള്ളാഹുവിനുള്ള കടമകളും പൂർത്തിയാക്കുമെന്നുള്ളതാണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള കടമകളും ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമെന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കുന്നവരായി നാം തീരുന്നതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദുആകളുടെ അവകാശികളായി നമുക്ക് മാറാൻ കഴിയുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആഗമന ലക്ഷ്യത്തെ നമ്മൾ പൂർത്തീകരിക്കുന്നവരായി തീരുന്നവരുമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അധ്യാപനങ്ങളനുസരിച്ച് 2 പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളുണ്ട് നമുക്ക് മുന്നിൽ. ഗുലാം മുഹമ്മദ് കി ജയ്, നാരെ തക്ബീർ, അല്ലാഹു അക്ബർ. Islam states, Hazrat Masih Maud ഇസ്ലാത്തു വസ്സലാം പറയുന്നു, 2 അടിസ്ഥാനപരമായ അധ്യാപനങ്ങളാണ് അള്ളാഹുവിൻ്റേതായിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിനോട് ആരോടും തന്നെ നാം പങ്കുചേർക്കരുത്. അള്ളാഹുവിനോട് അവൻ്റെ വ്യക്തിത്വത്തിലും അവൻ്റെ സിഫത്തുകളിലും അവൻ്റെ മറ്റു കാര്യങ്ങളിലും. മറ്റൊന്ന്, മറ്റുള്ളവരോട് നമ്മൾ സഹാനുഭൂതിയിൽ പെരുമാറുക എന്നുള്ളതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ സഹാനുഭൂതി ഉണ്ടാവുക എന്നതിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനോടുള്ള ഈ സ്നേഹം, സഹാനുഭൂതി തൻ്റെ കുടുംബക്കാരോട് കാണിക്കുന്ന പോലത്തെ എല്ലാവരോടും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അത് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ള യാതൊരു തരത്തിലുള്ള വ്യതിരിക്തിയും കൂടാതെ നാം ആ സ്നേഹവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കേണ്ടതാണ്. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി നീതിയാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് അനീതിപൂർവം പെരുമാറുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരോടും സഹാനുഭൂതിയോടെ നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളോട് എത്രമാത്രം സ്നേഹമുള്ളവരായി നിങ്ങൾ തീരുന്നുവോ അത്രമാത്രം അള്ളാഹു നിങ്ങളോട് സ്നേഹമുള്ളവരായി തീരുന്നതാണ്. അതുകൊണ്ട് അഹമ്മദി ജമാഅത്തിൻ്റെ ഉത്തരവാദിത്വം ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ അധ്യാപനം അനുസരിച്ച് നമ്മൾ മനുഷ്യകുലത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നന്മയ്ക്ക് വേണ്ടി നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ കഴിവുകൾ എല്ലാം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ അത് വ്യക്തിപരമായ രീതിയിലാണെങ്കിൽ ജമാഅത്തി തലത്തിലും നമ്മൾ ചെയ്യേണ്ടതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി യഥാർത്ഥ സ്നേഹവും സഹാനുഭൂതിയും നമ്മൾ ഹൃദയത്തിൽ വളരെ ശക്തമായി ഊട്ടിയുറപ്പിക്കേണ്ടതാണ്. ഞാൻ പല പ്രാവശ്യവും അഹമ്മദികളോട് ലോകത്ത് ഈ ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ സമൂഹത്തിന് വേണ്ടി പല സേവനങ്ങൾ ചെയ്യുക. അതിൽ കഴിവുള്ളവർ വിശക്കുന്നവൻ്റെ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുക. ലോകത്ത് നിന്ന് ദാരിദ്ര്യമില്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ജീവിതത്തിൻ്റെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ പാവപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ ദരിദ്രന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലൊരു വികാരം ഉണ്ടാകേണ്ടതാണ്. ആരെയാണോ സഹായിക്കുന്നത് അവർക്ക് സ്വയം
അവർക്ക് അവരുടെ കാലുകളിൽ നിൽക്കുന്നതിന് അവർക്ക് പ്രയോജനം നൽകുക. അതായത് അവർക്ക് സ്ഥായിയായ രീതിയിലുള്ളവർക്ക് വേണ്ടി പരിശ്രമിക്കുക. താൽക്കാലികമായ സഹായം മാത്രമല്ല, പ്രയാസമുള്ള ആളുകൾ അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക. ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് ഒരു വാഗ്ദാനം നമ്മോട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളോട് ഒരു ശപഥം ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഒരഹമ്മദി എന്ന നിലയ്ക്ക് നമ്മൾ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പൂർണ്ണമായും നമ്മൾ എല്ലാ നിലയ്ക്കുമുള്ള പരിപൂർണമായ അനുസരണം നമ്മൾ പുലർത്തുമെന്നും കൂറ് കാണിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥ അഹമ്മദി എന്ന രീതിയിലുള്ള ശരിയായ രീതിയിലുള്ള സാഹോദര്യ ബന്ധം അള്ളാഹുവിന് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതാണ്. അങ്ങനെ ആ അധ്യാപനങ്ങളെ നമ്മുടെ അനുസരിച്ച് അതിനെ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ രീതിയിൽ അഹമ്മദി മുസ്ലിങ്ങളായി നമ്മൾക്ക് അറിയപ്പെടാൻ കഴിയുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഈ അള്ളാഹു നമുക്ക് ഖിലാഫത്തിൻ്റെ സംവിധാനം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരഹമ്മദിയും ഖിലാഫത്തുമായി പൂർണ്ണമായിട്ടുള്ള കൂറും ആത്മാർത്ഥ ബന്ധവും ഉണ്ടാകേണ്ടതാണ്. സ്നേഹവും അതുപോലെ തന്നെ കാലത്തിൻ്റെ ഖലീഫയുടെ അനുസരണവും അതിൻ്റെ ആ ഒരു ബന്ധത്തിൽ നാം നമ്മെ ഇഴകി ചേർത്തേണ്ടതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നാരെ തക്ബീർ, അല്ലാഹു അക്ബർ, ഖിലാഫത്ത് അഹമ്മദിയ സിന്ദാബാദ് जिंदाबाद. हजरत खलीफतुल मसीहुल खामिस जिंदाबाद. हजरत खलीफतुल मसीहुल खामिस जिंदाबाद. हजरत अमीरुल मुमिनीन जिंदाबाद. हजरत अमीरुल मुमिनीन जिंदाबाद. नारे तकबीर. അതുകൊണ്ട് നമ്മുടെ വരുംകാലത്തുള്ള പുരോഗതിക്കുള്ള എല്ലാ തരത്തിലുള്ള ജാമ്യവും അതിൻ്റെ രഹസ്യവും ഹദ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മുടെ ചെയ്തിട്ടുള്ള ശബ്ദങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ബയ്യത്തിൻ്റെ നിബന്ധനകളിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അള്ളാഹു ഗാന ജമാഅത്തിൻ്റെ ആദ്യത്തെ ഈ നൂറ്റാണ്ട് എല്ലാ നിലയ്ക്കും അനുഗ്രഹപൂർണമായി ചെയ്തതിന് ശേഷം അടുത്ത നൂറ്റാണ്ട് കൂടുതൽ അനുഗ്രഹത്തിൻ്റെയും വിജയങ്ങളുടെയും ഒരു നാഴികക്കല്ലായി മാറുമാറാകട്ടെ. നമ്മെ നമ്മൾ മുന്നോട്ട് മുന്നേറണം. പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പ്രഖ്യാപിക്കണം, നമ്മൾ എപ്പോഴും എല്ലാ തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള പരിശുദ്ധമായ മാറ്റവും നമ്മൾ ഉണ്ടാക്കുമെന്ന് ശപഥം ചെയ്യുക. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി നമ്മൾ ചെയ്തിട്ടുള്ള ശപഥങ്ങൾ അതിനെ ഒരക്ഷരം വഴി നമ്മൾ പൂർത്തിയാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ ലോകത്തും നിങ്ങൾ സന്ദേശം എത്തിക്കുന്നവരായിത്തീരും. തീർച്ചയായും നിങ്ങളുടെ നാട്ടിലും ലോകത്ത് മുഴുവനും ഇസ്ലാമിൻ്റെ അധ്യാപനത്തെ പ്രചരിപ്പിക്കുന്നവരായി നിങ്ങൾ മാറുന്നതാണ്. ലോകത്ത് മുഴുവനും ഇസ്ലാമിക പതാക കീഴ്ക്കൊണ്ടുവന്നതായി നിങ്ങൾ തീരുന്നതാണ്. ആഫ്രിക്കൻ ജമാഅത്തുകൾ ഗാനയ്ക്ക് ഒരു പ്രത്യേകമായ സ്ഥാനമുണ്ട്. കാരണം നിങ്ങളിലാണ് ഏറ്റവും ആദ്യത്തെ അഹമ്മദിയത്ത് എത്തിയത്. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നത് ഗാന അഹമ്മദിയത്തിൻ്റെ സന്ദേശം ലോകത്തിൻ്റെ മുഴുവൻ ഏറ്റവും മുന്നിലെത്തട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. नारे तकबीर, अल्लाहु अकबर. अहमदिया गाना जिंदाबाद. जमात अहमदिया गाना जिंदाबाद. नारे तकबीर. അള്ളാഹു നിങ്ങൾ ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ ആ സാഹോദര്യത്തിൻ്റെയും അധ്യാപനത്തെ പൂർത്തിയാക്കുന്നവരെ തീരുമാനമാകട്ടെ. നിങ്ങളിൽ ലോകത്ത് ഒരു അനിതര സാവധാന വിപ്ലവം ഉണ്ടാക്കാനുള്ള ഒരു വിപ്ലവം നിങ്ങൾ സംജാതമാവുകയും പാശ്ചാത്യ ലോകത്തിന് ഒരു മാതൃകയായി തീരുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ യുവാക്കളും വരും തലമുറകളും ലോകത്തിന് എല്ലാ തരത്തിലുള്ള നശീകരണങ്ങൾ നശിക്കുന്നവരായും അള്ളാഹുവിലേക്ക് അടുക്കുന്നവരായും മാറുമാറാകട്ടെ. നിങ്ങൾ ഈ ലോകത്ത് പ്രത്യക്ഷത്തിൽ പേരിന് മാത്രമുള്ള
പുരോഗതിയുള്ള ആളുകളെ യഥാർത്ഥ പുരോഗതിക്കുള്ള മാർഗങ്ങൾ കാണിക്കുന്നവരായി തീരുമാറാകട്ടെ. നിങ്ങൾ ആത്മീയമായ ജീവിതം അവർക്ക് നൽകുന്നവരായി തീരുമാറാകട്ടെ. നിങ്ങൾ അവർക്ക് നീതിന്യായത്തിൻ്റെ പാഠങ്ങൾ നൽകുന്നവരായി തീരുമാറാകട്ടെ. നിങ്ങൾ അവർക്ക് സമത്വത്തിൻ്റെ അധ്യാപനങ്ങൾ നൽകുന്നവരായി തീരുമാറാകട്ടെ. ഈ കാലഘട്ടത്തിൽ പാശ്ചാത്യ ലോകങ്ങൾ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെയധികം യുദ്ധങ്ങളും അതുപോലെ തന്നെ അനീതികളും മുഖേനയാണ് അവർ ദ്രോഹവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ദജ്ജാലിയ ശക്തികൾ, അവരുടെ പദ്ധതികൾ മുഖേന ലോകത്ത് നമുക്ക് വ്യാജവാദങ്ങളും മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെയും വരും തലമുറകൾക്ക് വേണ്ടിയും നമ്മുടെ ഉത്തരവാദിത്തം എന്തെന്നാൽ നമ്മൾ ലോകത്തിന് ആഫ്രിക്കൻ നാടുകൾക്ക് പ്രത്യേകിച്ച് ഘാനയ്ക്ക് ആ ധാർമ്മിക ബോധത്തിൻ്റെ പാഠങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ആഫ്രിക്കൻ സമൂഹങ്ങൾ ഏറ്റവും ആദ്യം അഹമ്മദിയത്തിനെ സ്വീകരിക്കുന്നവരായി തീരുമാറാകട്ടെ. ലോകത്ത് ആത്മീയ വിപ്ലവം സംജാതമാകുമാറാകട്ടെ. അതിനുവേണ്ടി ഏറ്റവും അനിവാര്യമായിട്ടുള്ള സംഗതി നിങ്ങൾ ആത്മീയമായ മാറ്റം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ആകണേ മാത്രമേ വരും തലമുറകൾക്ക് ഉള്ള ശാശ്വതമായ അവരുടെ ജീവിതം ഉണ്ടാവുകയുള്ളൂ. വരും തലമുറകൾ ഈ മാർഗത്തിൽ അവർക്ക് തർബീയത്ത് കിട്ടുകയാണെങ്കിൽ ലോകത്ത് എല്ലാ തരത്തിലുള്ള തർക്കങ്ങളിൽ നിന്നും ദ്രോഹങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും ദൈവേതര കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവരായി നിങ്ങൾ തരുന്നതാണ്. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഗാന ജമാഅത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി എത്താൻ കഴിയുമാറാകട്ടെ. ജലസയുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് സ്വായത്തമായി കൊണ്ടുപോകാൻ കഴിയുമാറാകട്ടെ. ഇനി നമുക്ക് ഒന്നിച്ച് ദുആ ചെയ്യാം. آمين. اسلام احمديه زندباد اسلام احمديه زندباد حضرت خليفه المسيح الخامس حضرت خليفه المسيح الخامس زندباد خلافه احمديه زندباد خلافه احمديه زندباد خلافه احمديه زندباد تكبير جماعه احمديه عالمگیر زندباد جماعه احمديه عالمگیر زندباد جماعه احمديه world wide جماعت احمدیہ ورلڈ وائڈ جماعت احمدیہ گانا جماعت احمدیہ گانا
हाँ जी मुहीर साहब नेक्स्ट अस्सलामुअलैकुम बिलावल हुजूर। मुहीर साहब वालेकुम सलाम व रहमतुल्लाह। अस्सलामुअलैकुम बिलावल हुजूर। नशअतुल अहमदिया गाना। सैयदी 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 हम मुजाहिद तेरे, हम तेरे लश्करी, हम तेरे लश्करी। एक इशारे पे ये जान कुर्बान है, एक नहीं तुझ पे सौ जान कुर्बान है। हम करेंगे हमेशा इताअत तेरी सैयदी 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 हम मुजाहिद तेरे, हम तेरे लश्करी। Lajna Maila, we are a century old. All praises be to the Lord of all the worlds. Lajna Maila, we are a century old. All praises be to the Lord of all the worlds. From a humble beginnings, 100 years is here with us. The blessings of His us has brought successes to us. With our joy we will sing Alhamdulillah, Alhamdulillah, Rabbil Alameen. Subhanaka, 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 Allahumma, Subhana, Subhana, Subhanaka, 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 Allahumma, Ya Rabbi. One away a crown, crown, Allah. One away a crown, crown, Abrinara. One away a crown, crown, Ya Besumuko. One away a crown, crown. Ye to dausa hudai nishano se hai. Iski rona sabi mehmano se hai. Iski रूह रवा है मगर सैयदी, आप आए हमारे घर सैयदी। इतने जज्बात दिल में छुपाए हुए, आज मिलने के दिल में जगाए हुए, आज मिलने के दिल में जगाए हुए। मैं जाया नवाबो, मैं जाया नवाबा, महाजी नवाबो ada samba mujrim. Anu mahadina mujrim. Anu nawabana mujrim. Ya dia ye mujrim. Anu nawabana mujrim. Yesu Kristo mujrim. Anu nawabana mujrim. Promise Messiah mujrim. Anu nawabana mujrim. Anu mahadina mujrim. Mujrim mujrim mahadina mujrim. Ankara mujrim. Jazakallah bilavel huzur. खलीफा के हम हैं, खलीफा हमारा, वो दिल है हमारा, आका हमारा। हमारा हमारा खलीफा हमारा, वो दिल है हमारा, आका हमारा, वो दिल है हमारा, आका हमारा। जो तलहन हाथों पे तीरों को काया, फिदा हो के आका पे सब कुछ लुटाया। जो तलहन हाथों पे तीरों को काया, फिदा हो के आका पे सब कुछ लुटाया। उसी की तरह हम भी वफा करेंगे, अलमदीन अहमद का गिरने न देंगे। कि जिंदा जमात का ये इस्तियारा, कि जिंदा जमात का ये इस्तियारा। खलीफा के हम हैं, खलीफा हमारा, वो दिल है हमारा, आका हमारा। हमारा हमारा खलीफा हमारा, वो दिल है हमारा, आका हमारा, वो दिल है हमारा, आका हमारा। अस्सलाम वालेकुम। سواد لناظري فهمي عليك الناظر. من شاء بعدك فليمت فعليك
كنت أحاذر يا قلبي اذكر أحمدا أين الهدى مفني العدا برا كريما محسنا بحر العطايا والجدى بدر منير زاهر في كل وصف حمدا إحسانه يسبي القلوب وحسنه يرضي الصدى نور من الله الذي أحيا العلوم تجددا المصطفى والمجتبى والمقتدى والمجتدى दो सना उसी को जो जात जावेदानी हम सर नहीं है उसका कोई ना कोई सानी बाकी वही हमेशा गैर उसके सब है फानी गैरों से दिल लगाना झूठी है सब कहानी झूठी है सब कहानी सब गैर है वही है एक दिल का यार जानी दिल में मेरे यही है सुभाना मैया रानी खलीफतुना मुहिब्बुना इमामुना सय्यिदुना खलीफतुना मुहिब्बुना इमामुना सय्यिदुना अल्लाहुम्मा أيد إمامنا بروح القدس يا الله أيد إمامنا بروح القدس हमारे प्यारे हमारे दिलबर प्यारे हुजूर प्यारे इमाम हमारे प्यारे हमारे दिलबर प्यारे हुजूर प्यारे इमाम ए अल्लाह हमारे इमाम की रूहुल कुदुस से मदद फरमा ए अल्लाह हमारे इमाम की रूहुल कुदुस से मदद फरमा अय्यिदहु इमामना इमामना सय्यिदना अय्यिदहु इमामना इमामना सय्यिदना खिलाफत के अदना सिपाही हम रहेंगे खिलाफत के अदना गुलाम नहीं इससे आला कोई और काम मिलेगा कोई जब भी हुक्म इमाम बढ़ेंगे हर एक सिमत हर एक गाम खुदा की अता है खुदा का करम खिलाफत के अदना सिपाही हम खिलाफत के अदना सिपाही हम है शुक्र रब्बी अज़्ज़ा वजल खारिज अज़ बयां है शुक्र रब्बी अज़्ज़ा वजल
खारिज बयां जिसके कलाम से हमें उसका मिला निशान जो दौड़ता उनका वो बदला दहाड़ से चलने लगी नसीम इनायत यार से है शुक्र रब्बी अज़्ज़ा वजल खारिज बयां देखो खुदा ने एक जहां को झुका दिया गुमनाम भागे शुहूर आलम बना दिया है शुक्र रब्बी अज़्ज़ा वजल खारिज बयान Wishing you Centenary Mubarak. Wishing you Centenary Mubarak. Ghana Jamaat is 100 years. Wishing you Centenary Mubarak. Wishing you Centenary Mubarak. Wishing you Centenary Mubarak. Ghana Jamaat is 100 years. Wishing you Centenary Mubarak. From 1921 to 2021, Ahmadiyya in Ghana is 100 years. Wishing you Centenary Mubarak. Wishing you Centenary Mubarak. Ghana Jamaat is 100 years. Wishing you Centenary Mubarak. Afishiapa Yadima Muyina. Afishiapa Yadima Muyino. Ahmadiyya Ghana Yenyen Fyoho Nemushira Yadima Muyina. Wishing you Centenary Mubarak. Wishing you Centenary Mubarak. Ghana Jamaat is 100 years. Wishing you Centenary Mubarak. La ilaha illallah Muhammadur Rasulullah. La Muhammadur Rasulullah. Yami biareni ho Chesalam kwa Konsheni Muhammad sallallahu alaihi wasallam. Aya yamine smafu. La Assalamu alaikum Sayyidina. 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 Asunje on kanye inara. Asunje on kanye ina. Asunje
asumdwe onka yeyina onyamina asumdwe onka yeyina 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 onyamina asumdwe onka yeyina asumdwe except Almighty Allah. Prophet Muhammad is a messenger. La Muhammad sallallahu alaihi wasallam aya min ismafu la ilaha المسيح الخامس حضرت خليفة المسيح الخامس حضرت أمير المؤمنين حضرت أمير المؤمنين نرى تكبير نرى تكبير أحمدية عالمگير جماعة أحمدية عالمگير جماعة أحمدية غانا جماعة أحمدية غانا جماعة أحمدية غانا سنتيناري جالسة سلانة غانا سنتيناري جالسة سلانة غانا نرى تكبير نرى تكبير نرى تكبير حضرت محمد مصطفى حضرت محمد مصطفى غلام احمد دین غلام احمد دین غلام احمد دین نعرہ تکبیر نعرہ تکبیر اسیران رائے مولا اسیران رائے مولا شہداء احمدیہ شہداء احمدیہ نعرہ تکبیر अस्सलाम वालेकुम रहमतुल्लाहि व बरकातहू। तो अमीर साहब घाना हज़रत मालिक अमीर साहब घाना सालिम अहमद साहब ഒരുപാട് പേര് കാണുന്നുണ്ട് തോന്നുന്നത് അവരുടെ വികാര ആവശ്യങ്ങൾ കാണുന്നത് നിങ്ങളുടെ പാട്ടുകളിലൊക്കെ മനസ്സിലാകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമിത് സാബ് പറയുന്നു, ഹുസൂർ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. താങ്കളുടെ സാന്നിധ്യം ഞങ്ങൾ ഇവിടെ അനുഭൂതി ഞങ്ങൾക്കുണ്ടാകുന്നു.
ഒരുപാട് പേരുണ്ട്, 45,000-ത്തിലധികം പേരുണ്ട്. ഇൻഷാ അല്ലാ ഒരു സമയത്ത് ഇവിടെ താങ്കളുടെ പൂർണ്ണമായ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ എല്ലാ അഹമ്മദികളും ഇവിടെ പങ്കെടുക്കുന്നതായിരിക്കും ആ സമയത്ത്. ഉദു പറയുന്നു ഇൻഷാ അല്ലാ. അറ്റൻഡൻസ് ഇവിടെ തന്നത് എനിക്ക് തന്നത് 39,000 ആണ്. ഉദു പറഞ്ഞു അത് ശരിയാണ് എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങളുടെ കേൾവി കുറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു. കേൾവി ശക്തി കുറയുന്ന കാര്യം തോന്നുന്നു. ഹുസൂർ ശബ്ദം കേട്ടില്ല എന്ന് പറയും. മസ്റൂർ ഹാളിൽ 1333 പേരുണ്ട്. ഇവിടെ തന്നെ 1333 ഉണ്ട്. ഇസ്ലാമാബാദിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ 300ഓളം ആഫ്രിക്കൻ അഹമ്മദികൾ തന്നെ ഇവിടെയുണ്ട്. ഇസ്ലാമാബാദിലുണ്ട്, ലണ്ടനിലുണ്ട്. എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് നന്നായി കേൾക്കാൻ പറ്റിയില്ലേ? ഹുസൂർ ചോദിക്കുകയാണ്. അതെ, കേൾക്കാൻ പറ്റി. ഞാൻ കേട്ടു എന്ന് പറയണ്ടേ? ഞാൻ പൂർണ്ണമായും കേട്ടു എന്ന് പറയും. ഹുസൂറിനോട് പറയുകയാണ്, അവിടെയുള്ള 1333 പേരെയും കൂട്ടുകയാണെങ്കിൽ ഇവിടെ 40,000-ത്തിലധികം പാർട്ടിസിപ്പൻസ് ഉണ്ട്. നിങ്ങളുടെ രൂപഭാവങ്ങൾ കണ്ടിട്ട് എൻ്റെ ശബ്ദം മര്യാദക്ക് കേട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. എൻ്റെ കൃത്യമായി ശബ്ദം കേട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ഹുസൂർ, ഞാൻ പൂർണ്ണമായും ഹുസൂറിൻ്റെ പ്രഭാഷണം കേട്ട് ഓരോരോ വാക്കുകളും മനസ്സിലാക്കുകയുണ്ടായി. നമ്മുടെ ഹൃദയങ്ങളിൽ ഹുസൂറിൻ്റെ ഓരോരോ വാക്കുകളും ആഴ്ന്നിറങ്ങുകയുണ്ടായി. ഹുസൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.